ഒന്നാമത്തെ കാര്യം ഇൽമാണ്. പഠിക്കണം എന്നാണല്ലോ പറഞ്ഞത്. എന്തു പഠിക്കണം? അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പഠിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തെങ്കിലും പഠിക്കാന്നല്ല, മറിച്ച് അള്ളാഹും അവൻ്റെ റസൂലും നമ്മളോട് പഠിക്കാൻ പറഞ്ഞത് പഠിക്കണം. ഇസ്ലാമിൽ എല്ലാം പഠിക്കാൻ അനുവാദമുണ്ടോ? ഇല്ല. ചിലത് പഠിച്ചാൽ കാഫിറായി പോകുന്ന വിജ്ഞാനങ്ങൾ വരെയുണ്ട്. ഉദാഹരണത്തിന് സിഹർ, മാരണം, പഠിച്ചാൽ പഠിക്കുന്ന ആൾ കാഫിറായി പോകും. അതുകൊണ്ടല്ലേ സൂറത്തുൽ ബഖറയിൽ 2 മലക്കുകളുടെ ചരിത്രം അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ഒരു പരീക്ഷണമായി 2 മലക്കുകളെ പറഞ്ഞയച്ചു. അവർ ജനങ്ങൾക്ക് സിഹർ പഠിപ്പിച്ചു കൊടുത്തു. അത് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവർ പറയുമായിരുന്നു എന്നാണ്, ഇതാ ഇന്നമാ നഹ്നു ഫിത്നത്തുൻ വലാ തക്ഫുർ, ഞങ്ങൾ ഒരു പരീക്ഷണം മാത്രമാണ്, അതുകൊണ്ട് നിങ്ങൾ കാഫിറാകരുത്. ചില പണ്ഡിതന്മാർ പറഞ്ഞു പഠിച്ചാൽ സിഹർ പഠിച്ചാൽ കാഫിറാകും. അങ്ങനെ ഇവിടെ ധാരാളം ആളുകൾ. എല്ലാം പഠിക്കാൻ ഇസ്ലാമിൽ അനുവാദമില്ല. സംഗീതം പഠിക്കാൻ പാടുണ്ടോ? പാടില്ല. ഇങ്ങനെ പഠിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ പഠിക്കുന്നത് അനുവദനീയമാണ്, പ്രത്യേകിച്ച് പുണ്യമൊന്നുമില്ലാത്ത, എന്നാൽ പഠിക്കൽ അനുവദനീയമാണ് എന്ന് പറയാവുന്ന കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഭൗതികമായ പല വിജ്ഞാനങ്ങളും, കെമിസ്ട്രി, ബയോളജി, ഫിസിക്സ്, ഇതൊക്കെ പഠിക്കുന്നത് അനുവദനീയമാണ്. അയാളുടെ ദുന്യവിയായ കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെയുള്ള വിജ്ഞാനങ്ങൾ പഠിക്കുന്നത് അയാൾക്ക് അനുവദനീയമാണ്. അപ്പോൾ അത് മുബാഹാണ്. ഇസ്ലാമിൽ പഠിക്കൽ നിർബന്ധമാണ് എന്ന് നമ്മൾ പറയുന്ന വിജ്ഞാനം ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, അവൻ പഠിക്കൽ നിർബന്ധമായിട്ടുള്ളത് മുആമലത്തുൽ അബ്ദി ലിറബ്ബിഹി, തൻ്റെ റബ്ബിനോട് എങ്ങനെ അവൻ പെരുമാറണം എന്നതാണ് അവൻ പഠിക്കേണ്ടത്. അള്ളാഹുമായുള്ള തൻ്റെ ബന്ധം എങ്ങനെയായിരിക്കും, അതാണ് അവൻ പഠിക്കേണ്ടത്. അപ്പോൾ അള്ളാഹുമായുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ എന്തൊക്കെ വിശ്വസിക്കണം, ഞാൻ എന്തൊക്കെ പ്രവർത്തിക്കണം, ഞാൻ എന്തൊക്കെ ഉപേക്ഷിക്കണം. 3 കാര്യങ്ങൾ. ഞാൻ എന്തൊക്കെ വിശ്വസിക്കണം? അള്ളാഹുവിനെ കുറിച്ച്, മലക്കുകളെ കുറിച്ച്, റസൂലുമാരെ കുറിച്ച്, അന്ത്യനാളിനെ കുറിച്ച്, വിധിവിശ്വാസത്തെക്കുറിച്ച്. ഞാൻ എന്തൊക്കെ ചെയ്യണം? ചേർത്ത് നിസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ്, ചെയ്യേണ്ട കാര്യം പഠിക്കണം. ഞാൻ എന്തൊക്കെ ഉപേക്ഷിക്കണം? ഷിർക്ക്, കുഫർ, ഇസ്ലാമിന് പുറത്തു പോകുക എന്നുള്ള കാര്യങ്ങൾ, വ്യഭിചാരം, എന്താണ് ഉപേക്ഷിക്കേണ്ടത് എന്ന് പഠിച്ചിരിക്കണം. നമ്മൾ പഠിക്കേണ്ടത് ഇതാണ്. ഇന്ന് പലപ്പോഴും ദീൻ പഠിക്കുക എന്നുള്ള പേരിൽ ആളുകൾ പലരും സമയം ചെലവഴിക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നുമല്ല. എന്തൊക്കെയോ പഠിക്കും, എവിടെയൊക്കെയോ പോയി എന്തൊക്കെയോ കേൾക്കും. അങ്ങനെയല്ല പഠിക്കേണ്ടത്. ഖുർആനിലും സുന്നത്തിലും അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളോട് എന്താണ് പഠിക്കാൻ പറഞ്ഞത് അതാണ് നമ്മൾ പഠിക്കേണ്ടത്. അത് നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം. ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് ഫദ്ലു ഇൽമി സലഫി അലാ ഇൽമിൽ ഖലഫ് എന്ന ഒരു ഗ്രന്ഥമുണ്ട്. അദ്ദേഹം അതിൽ എന്താണ് പഠിക്കേണ്ടത് എന്നത് വളരെ മനോഹരമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം ഈ പറഞ്ഞത് മറ്റൊരു രൂപത്തിൽ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. അപ്പോൾ സഹോദരങ്ങളെ, ഖുർആനിലും സുന്നത്തിലും പഠിക്കണം എന്ന് പറഞ്ഞത് ദീൻ പഠിക്കാനാണ്. ദുനിയാവ് പഠിക്കുന്നത് അത് അനുവദനീയമാണ്, ആമല്ല. പക്ഷേ ചില ആൾക്കാർ ഖുർആനിലുള്ള വിജ്ഞാനത്തെക്കുറിച്ചുള്ള ആയത്തുകളൊക്കെ ഓതിയിട്ട് പറയും, കണ്ടില്ലേ ഫിസിക്സ് പഠിക്കാൻ, ബയോളജി പഠിക്കാൻ. അല്ല, അതിനെക്കുറിച്ചല്ല അവിടെ പറയുന്നത്. അവിടെ പറയുന്നത് ദീൻ പഠിക്കുന്നതിനെ കുറിച്ച്. ദീൻ പഠിക്കുന്നതിന് അള്ളാഹുവിൻ്റെ അരികിൽ വലിയ പ്രതിഫലമുണ്ട്. അപ്പോൾ അത് പഠിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. പഠിക്കുന്നത് നിർബന്ധമാണ് എന്ന് മനസ്സിലാക്കിയാൽ എന്തുകൂടി മനസ്സിലാക്കണം? എന്തു പഠിക്കണം എന്നുകൂടി മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ആൾ വഴിതെറ്റിപ്പോകും.